എല്ലാവർക്കും കിച്ചസ്റ്റെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പുതിയ വില്ലേജൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറേ ഓടി നടന്നു കേട്ടോ. അതായത് ഇഷ്ടം പോലെ പണയിട്ട് നിങ്ങൾക്ക് സച്ചുവിനും ഇമ്മുവിനൊക്കെ അറിയായിരിക്കും നമ്മുടെ വീഡിയോസിലൊക്കെ വരുന്നത്. അവർ നമ്മൾ മൂന്നാളും കൂടെ കുറേ നേരം കുറേ യൂട്യൂബൊക്കെ നോക്കി ഇരുന്ന് കുറച്ച് നേരം കഷ്ടപ്പെട്ടൊരു വില്ലേജ് കണ്ടുപിടിച്ചായിരുന്നു. പക്ഷേ വില്ലേജ് എവിടെ? ഇത് ഫ്ലാറ്റ് ഏരിയ ആണ്. ഒരു മിനിറ്റ്, സോറി. ഇനിയും കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. നേരത്തെ ഞാൻ ഫ്ലാറ്റ് വേൾഡിൽ നിന്ന് അത് ഓണാക്കിയിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി കിട്ടുമെന്ന് നോക്കി നോക്കാം. തുടക്കം തന്നെ വില്ലേജ് സ്പോൺ ആവണമെന്നില്ല, കുറച്ച് അങ്ങോട്ട് പോകണം. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ വേൾഡിൽ തന്നെ ഞാൻ എടുക്കുകയാണ് ചെയ്തത്. മറ്റേ വേൾഡ് നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ. മറ്റേ വേൾഡ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് അനദർ വേൾഡ്, ഇത് വേറൊരു ലോകം. ഓക്കെ, സർവൈവ്. ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് ഞാനും നേരത്തെ സ്പോൺ ആയത്. അപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ട്. നമുക്കപ്പോൾ വില്ലേജ് കണ്ടെത്താം. ക്രിയേറ്റീവ് മോഡ് ആക്കട്ടെ, ഒരു മിനിറ്റ്. ക്രിയേറ്റീവ് മോഡാക്കിയിട്ട് നമുക്ക് പറന്നിട്ട് നോക്കാം. എൻ്റെ ആടെ എത്തിയിട്ട് സർവൈവലാക്കാം. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഗൈസ്, ഇപ്പം കാണുന്നില്ലല്ലോ. അത് എടിയാനു. ഇതല്ലേ, കിട്ടിപ്പോയി. ഇതാണ് നമ്മുടെ വില്ലേജ്. നമുക്ക് സർവൈവലാക്കാം. ഓക്കെ, ഇവിടെ എൻ്റെ ടാബിലാണ്. ടാബിൽ ഇപ്പം നമ്മൾ റിച്ച് ആണ്. ഇതേപോലത്തെ ഒരു വില്ലേജ് തന്നെ ഇവിടെ വലിയ വീടുണ്ട്. ഇവിടെയായിട്ടൊരു വലിയ വീടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വില്ലേജർ എന്ന് പറയുമ്പോൾ സാധാരണ വില്ലേജർ അല്ല ഗൈസ്. ഇവിടുത്തെ വില്ലേജർമാർ വീട് കണ്ടാ ചെറിയൊരു മിനിറ്റ്. കണ്ടാ നോക്കിയാ ഇടുക്കാച്ചി വീടാണ് ഇവിടെ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വില്ലേജർമാരുണ്ട്. സോറി, ഒന്നുമില്ല നിൽക്ക് നീ എന്തെങ്കിലും തരുമോ? എല്ലാത്തിനും എമറാണ്ട് വേണം. എടാ നീയോ? എമറാണ്ട് വേണം. ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇതിൻ്റെ പൊക്കത്ത് ഇതൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റേ സാധനം ഇരുന്ന് ബാൽക്കണിയൊക്കെ ഉണ്ട്. ഒരു സീനാണ് കേട്ടോ. പിന്നെ അയ്യോ ഇത് ഇവർ രാജസ്ഥാനിയാന്ന് തോന്നുന്നു. കാരണം തലയിലൊക്കെ ഒരു കെട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഊറ്റാം, അതൊന്നും നമുക്ക് സീനില്ല. നമ്മൾ ഇത് എല്ലാ വീടും അടിപൊളി കട്ടിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ജന്മത്തിൽ പോലും കാണാത്ത സാധനമാണ്. മൈൻക്രാഫ്റ്റിൻ്റെ ജന്മത്തിൽ ഞാൻ കട്ടിൽ നിറഞ്ഞ സാധനം കാണാറില്ല. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുഴിച്ചൊക്കെയാണ് ഒരു രാത്രി കഴിയുക. ഇതിനൊക്കെ ആരും ഇങ്ങനെ കെട്ടിയിട്ടില്ലേ? കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്കിവിടെ വന്ന് കുറേ ശരിയാക്കാനൊക്കെ ഉണ്ട്. ഇതാണ്ടേ വെല്ലൊക്കെ ഉണ്ട്. ഇതൊക്കെ അടിച്ചാളാ ആര് എൻ്റെ ഇവനൊക്കെ ഞാൻ കണ്ടിട്ട് എത്ര സോറി അണ്ണ വാ എത്ര നാളെ അണ്ണനെ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് പിന്നെ, സുഖമല്ലേ? പിന്നെ അങ്ങനെ വലിയ ജാട ഇച്ചിരി വലുതാണ്. ഇതെന്നാ സാധനം? റിപ്പയറിങ്. നമ്മളെ വാളൊക്കെ ഡാമേജ് ആയാൽ ഇതിനകത്ത് ആക്കാൻ പറ്റുമോ? നീ എന്നാ പണി ഇതിനകത്ത്? ഫുഡ് എടുക്കാം. അയണൊക്കെ പിന്നെ എടുക്കാം. ആദ്യം തന്നെ എല്ലാം എടുത്ത് നമ്മൾ കൊളാക്കാൻ പാടില്ല. കുറച്ച് അയൺ എടുക്കണ്ട. അയണൊക്കെ മാത്രം എടുക്കാം. ഇവൻ അടിക്കുന്നില്ല. ഇവൻ അടിച്ച് തന്നെ എടുത്ത് എറിയും തന്നെ. ഞാൻ തൊടുന്നില്ല. ഈ ബെല്ലടിച്ച് എല്ലാവരും വീടിനകത്ത് കയറി വിളിക്കും. ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഇതേ വില്ലേജ് നമ്മുടെ നമ്മുടെ ടാബിലെ മൈൻക്രാഫ്റ്റിലുണ്ട്. അപ്പോൾ ടാബിലേക്ക് കുറച്ച് സ്റ്റോറേജിൻ്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ടാബിൽ എന്താവും, നമുക്ക് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനാവില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആ വേൾഡ് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വലിയ വീടൊക്കെ ഉണ്ട്. അത് എവിടെയോ വീട് എന്നറിയാവാ? എവിടെയാണോ? ഇതാണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയ വീടാണ്. അവിടെ പുതുക്കേണ്ട വീടാണ്. പക്ഷെ അങ്ങനെയല്ല, വലിയൊരു വീട് തന്നെ, 2 നില വീടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അതിനും സൂപ്പറാക്കും. കാരണം നിങ്ങളെ കാണിക്കണമെങ്കിൽ അതിനും സൂപ്പറാക്കണം. അപ്പോൾ അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം. ഇതിനൊക്കെ ഇട്ടിട്ടില്ലേ?
നമുക്ക് തൽക്കാലത്തേക്ക് അവിടെ വലിയൊരു വീട് കാണുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയി നോക്കാം. വീട് കണ്ട് ക്രീപ്പൊക്കെ പൊട്ടി ഫുള്ള് നാശമാക്കിയിട്ടില്ലേ, ഇതൊക്കെ ശരിയാക്കി തരാട്ടാ. 2000 years later. നിങ്ങളെന്താ ഉപകാരം മാറ്റി ഫുഡ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. അമ്മമാർ ഇവിടെ പൊട്ടറ്റ ഉണ്ട് ഇവിടെ. സോംബീൻ്റെ ഒച്ച ഏടുന്നൊക്കെ ആക്കുന്നുണ്ട് ഈ നട്ടപ്പ. അയ്യോ അണ്ണ, സോറി അണ്ണ, ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. എന്തുവാ എന്നെ അടിക്കല്ലേ അണ്ണ, പ്ലീസ് പ്ലീസ്. അയ്യോ അണ്ണൻ്റെ ഫാമിലി അടക്കം എന്നെ അടിക്കാൻ വന്നിട്ടില്ല അണ്ണ. ഇതാണ്ടേ ഓരോ കുടുംബക്കാരെല്ലാം വരുന്ന നിനക്ക് നടുങ്ങിയൊന്ന് കാണണം. എടാ നോക്കണം. ഓ നട്ട് കേട്ടോ, ഓ നട്ട് നടുന്നുണ്ടോ ഞാനും പറിച്ച് സഹായിക്കാം. സോംബി അലറുന്നുണ്ട്, നോക്കി നോക്കാം. ഓനെന്താ വേണ്ടേ ചോദിച്ചു നോക്കാം നമുക്ക് പോയിട്ട്. നമുക്ക് ആദ്യം തന്നെ സംഭവം വേണം. നമുക്ക് ഇതില്ല മരം, നമുക്ക് വുഡ് വെട്ടണം. കൂടെ ഒക്കെ ഉണ്ട്, ഇത് പൊട്ടിച്ചാൽ പണി കിട്ടും. ഇതിൽ നിന്ന് എല്ലാവരും അങ്ങ് ഇറങ്ങി വരും. തൽക്കാലത്തേക്ക് ഈ വീട് അല്ല ഈ വടി വെക്കൊക്കെ. അപ്പം ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കണം. ആദ്യം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അങ്ങ് വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. ആദ്യം വടി വേണം. വടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വാള് വേണം, പിന്നെ ഒരു ഈ സാധനം വേണം, പിന്നെ ഒരു ഷവല് വേണം, പിന്നെ പിക്കാക്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റം എവർ. പിക്കാക്സ് വേണം. പിക്കാക്സും കിട്ടിയോ? പിക്കാക്സ് വാള് കിട്ടിയിട്ടില്ലേ? വാളാക്കടാ. ബട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട്. വാള് വേണം. ഓക്കെ, പിക്കാക്സും വേണം. എല്ലാം ആയോ? വാളൊക്കെ ഉണ്ടോ? രാത്രിയായി തുടങ്ങി. ഓ തേനിച്ച. വാളെങ്ങനെയും നോക്കണ്ടേ? ആദ്യം കുറച്ച് ഈ സാധനം വേണം. ഒരു മിനിറ്റ്. വാളാക്കണമെങ്കിൽ 2 ഇതും കുറച്ച് വടിയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, വാളെവിടെ? ചേടാ ഇതെന്തൊരു കഷ്ടമാണ്. വടി. ഓക്കെ, ഇപ്പം വാള് സെറ്റായി. ഇപ്പം അല്ലേ കാര്യം മനസ്സിലായി. പിക്കാക്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടുന്ന് കൊത്തി എടുത്തേക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ വീട് വേണ്ട. ഈ വീട് വളരെ ചെറുതായിപ്പോയി ഈ വീട്. അപ്പോൾ അവനെന്തായാലും കിടക്കണ്ടേ, നമുക്ക് ഈ വലിയ വീട് എങ്ങനെ അങ്ങ് എടുത്തേക്കാം. മറ്റേ രാജസ്ഥാനീൻ്റെ ആ വീട് എടുത്തേക്കാം അല്ലേ. ഓ ആദ്യം ഞാൻ പെട്ടെന്ന് വെച്ച് ബെല്ലടിക്കട്ടെ, വീട്ടിലെ ബെല്ലടിക്കട്ടെ. ഇവിടുത്തെ ബെല്ലൊന്ന് അടിക്കണം. അയ്യോ ചാടറാ പെട്ടെന്ന്. അപ്പം അങ്ങനെ കീഴേ സോംബി ഉണ്ടല്ലോ, കുണ്ടി ഹാഫ് ബോയിലാക്കും. ഓ ഇതാണ്ട് ഇരിക്കുന്നു. അവിടെ ഉണ്ട്. എല്ലാവരും വീട്ടിനകത്ത് കയറും. എല്ലാവരും കയറിക്കോ. ഇപ്പം ഞാൻ മാത്രമേ കയറാത്തേ ഉള്ളൂ അല്ലേ. അപ്പം ഞാനും കയറിയൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കട്ടിലുണ്ടോ? കട്ടിലില്ലാത്ത വീട്, എന്ത് വീടടേ. കൊല്ല്. പിന്നെ നമ്മളാൾ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ആരെ പേടിക്കണം? ഓ ഗൈസ്, പെട്ടെന്ന് കയറിക്കോ. പെട്ടെന്ന് വീടിൻ്റെ അകത്ത് ചാടി ഓടിക്കോ. സെറ്റ്. ഇവിടെ കട്ടിലില്ല. 2ാം നിലയിലുണ്ടോ കട്ടിൽ? 2ാം നിലയിലില്ല. ഓക്കെ, ഗൈസ് ഒരു കട്ടിലിലെ വീട് ഇത്രയും ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ എല്ലാം മങ്ങി വരഞ്ഞു പോയാ. അയ്യോ അവിടെ സ്കെലട്ടൻ ഉണ്ട്. അയ്യോ ഞാൻ ചമ്മിയും തോന്നുന്നു ഗൈസ്. ഒരു കട്ടിലില്ല വീട് ഇല്ലേടി ഇവിടെ അല്ലേ ഞാനിപ്പം കയറിയ വീടില്ലേ. അപ്പം നമ്മുടെ ലക്ഷ്യം അത് ആ കാണുന്ന വലിയ വീടാണ് ഗൈസ്. ആ സ്കെലട്ടൻ ഇപ്പം ചമ്മി കമ്പൂട്ട് കൊല്ലും. ഓടി വീടിൻ്റെ അകത്ത് കയറാ. അതിൻ്റെ ഇടക്കോ എടാ ചാടി കയറ വീടിൻ്റെ അകത്ത്. അങ്ങനത്തെ അയ്യോ
ഗൈസ് പെട്ട് കാര്യമായിട്ട് പെട്ടിട്ടുണ്ട് കറങ്ങി ഓടി വീട്ടിൻ്റെ അകത്ത് കയറണം. അതെന്നെയാണ് നമ്മുടെ പരിപാടി. ഓ എൻ്റെ അടി ഇവിടെയും കട്ടിയില്ല. ചമ്മി വഴിയുള്ളൂ. അയ്യോ എൻ്റെ ഒന്നളിയാ, ഞാനൊന്ന് ഭയന്ന് തട്ടി. അത് റെക്കോർഡ് കിട്ടിയിട്ടില്ലേ? നല്ല കാര്യം. പക്ഷേ ഇവൻ്റെ വിശപ്പ് മാറി. ഒരു ഫുൾ ആയിട്ടാവട്ടെ. പാവത്തിന് നല്ലോണം വിശന്നു തോന്നുന്നു കേട്ടാ. അയ്യോ ഇവനെന്നാടാ ചാവാത്തേ? പെട്ട് നല്ല ആസിൽ പെട്ടതന്നെ പെട്ടിട്ടുണ്ട്. നമുക്ക് എന്നാലും പോയി ഇന്നാലോ എന്നൊക്കെ നോക്കി പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ആവുക. നമുക്ക് ഈ ഭാഗം പൊട്ടിച്ചിട്ടോളാം. ഇവിടുന്ന് പൊട്ടിച്ചിട്ടോളാം. വേണം എല്ലായിടത്തും എത്തുന്നുണ്ടല്ലോ. നീ എല്ലാം എന്തിനാണ് ഇവിടെ മായങ്കോളം എന്തൊക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇല്ല ഇതെന്താണ് ഇത്രയേരം കട്ടിക്കഴിഞ്ഞല്ലോ. വലിയ കാവീടിൻ്റെ ഉള്ളിൽ തന്നെ കൊല്ലു അയങ്കോളം അവിടെ പോയി കൊല്ലുന്നുണ്ട്. അയ്യോ കട്ടിലുണ്ട്. പക്ഷെ ഇവനിവിടെ കയറി കിടന്ന് ഇവൻ നീ പുറത്തും പോകാനാവില്ല. ഉറങ്ങട്ടെ. ഒരു വല്ലാത്ത അടി നടന്നു. ഇന്ന് ഒരുത്തനെ കൊല്ലുകയും ചെയ്തു കേട്ടോ. അവിടെ ഓൻ ആടെ കിടന്നുറങ്ങിയ ഇവിടെ. ഇങ്ങനെയൊക്കെയോ രാത്രി. ഓ ഇന്നലത്തെ രാത്രി ചിന്തിക്കാൻ പറ്റാത്ത രാത്രി. ഇവന്മാര് ചത്തിട്ടില്ലേ? എടാ അയങ്കോളമേ, എടാ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്കെല്ലാം പോയി ചത്തൂടറാ. കൊല്ലതിനെ കൊല്ല്. അയ്യോ വടി കൊടുത്ത് മാറിക്കൊടുത്ത്. എവിടെ ബാ. ഇത് വലിയ വില്ലേജാണ് കേട്ടോ. ഇപ്പം വരുന്ന കുഴിയിലെങ്ങാനും വേണ. ബാ ചത്തോ ബാ. ഓക്കെ. ഇങ്ങനെ ഒരുത്തന്നെ ഇവിടെ ഉണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടിട്ടില്ല. അമ്മമാരെ കൊണ്ട് ഇത് വെള്ളം ശൂല അവൻ്റെ കയ്യിൽ ഷൂലുണ്ട്. എടാ മോനെ നീ അതിൻ്റെ ഇടക്കാണ് ഫ്രണ്ടായ എന്നോട് അതൊന്നും കളിക്കാൻ നിൽക്കണ്ട. നീയുള്ള ആരാ ഏരിയ? ഇത്രയും വലിയ വീട് വെച്ചിട്ട് നിനക്ക് കട്ടിൽ വെച്ചാൽ അടിച്ച് നിനക്കെന്നാ കട്ടിൽ വെച്ചാൽ അടിക്കാൻ അറിയാത്തതല്ല. നമുക്ക് വീടാക്കണം. നമുക്ക് വീടാക്കണം. ആക്കിയേ പറ്റൂ. അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇവന്മാർ നമ്മളെ കേട്ടില്ല. ഞാനൊരു വീടാക്കട്ടെ. ഞാനിതാ വീടാക്കും. വീടാക്കി ഇവന്മാരതിനകത്ത് കയറി നിന്ന് കാണണം. ഞാനിവിടെ ഒരു വീടാക്കി നോക്കാം ഗൈസ്.
ഞാൻ ഇവിടെ ഒരു വീടാക്കാൻ പോക്കാം. ഷവ്വലിടെ ഷവ്വലാകുമ്പോൾ പെട്ടെന്ന് എന്താ ഞാൻ ഇവിടെ ഒരു വീടാക്കാൻ പോക്കാണ്. ഞാൻ കല്ലെടുക്കാൻ പോകുമ്പോൾ അയൺ എടുക്കണം. പിന്നെ അതൊക്കെ തന്നെ വീടാക്കുന്ന അടുത്ത എപ്പിസോഡായിരിക്കും. ഇതൊക്കെ പറ്റാത്ത കാര്യം നമുക്ക് ക്രിയേറ്റീവ് മോഡ് പോയി എടുക്കും കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ അത്രയും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് തെറ്റി നെറ്റാവട്ടെ. ഇതിന് കുറച്ച് അയൺ കൊടുക്കാം. അയണുള്ള വീട് ഏതായിരുന്നു? അയൺ ഇവിടെ എവിടെയോ ഉള്ളൊരു വീട്ടിലുണ്ട്. കുറച്ച് അയൺ നമ്മൾ കണ്ടിട്ടില്ലേ? അതാണ്ട് മേലത്തെ വീട്ടിലുണ്ട്. പോട്ടെ മേലത്തെ വീട്ടിലല്ല, നല്ല രീതിക്ക് എറയാം ഒരു എറയാം എന്ന് പറയുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താ പറയുക, ഉമ്മർക്ക്. ഇതന്നെ ഈ വീട്ടിലെ കുറച്ച് അയൺ ഉണ്ട്. കുറച്ച് അയൺ ഓന് എടുത്ത് കൊടുക്കാം. അയൺ എടുത്തു കൊടുക്കാനാവൂ? എനിക്കറിയില്ല, നോക്കി നോക്കാം. അക്ഷയക്കുന്നു ഞാൻ വീട് വെക്കാൻ നോക്കി തലയിൽ മറന്നും പോയത്. ചേടാ എന്തൊരു കഷ്ടമാണ് ഇത്. പോട്ടെ വണ്ടി പോട്ടെ. എനിക്ക് ഭയങ്കര സ്പീഡാണ് ചോദിച്ചത്. ഭയങ്കര പ്രോയും കൂടി ആയതുകൊണ്ടേ പ്രോയെ കൊണ്ട് കാര്യമില്ല. വീട് അടിയാക്കിയെന്ന് മറന്നുപോയി. വീട് അടി പോയി. ഇവിടെ ഞാൻ ഇവിടെ തന്നെ ഞാൻ വീടാണ് വീടാക്കാൻ നോക്കി. എവിടെ അപ്പുറം വീടല്ല ഗാരി എത്താം. നമ്മൾ എത്തോ ഞാണ്ടേ നമ്മൾ വീടാക്കാൻ നോക്കി സ്ഥലവും കിട്ടി, ഓനെയും കിട്ടി. നമ്മൾ നികത്തി വെച്ച് സ്ഥലം കിട്ടി. എന്നാൽ കുറച്ച് ഇത് വേണോ? അയൺ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. റിപ്പയർ കുറച്ചും കൂടെ എടുത്തോ. പിന്നെ അല്ല നമ്മൾ തെറ്റാ. ഓനെ എടുത്ത് കുളത്തിലിട്ടു. നമുക്ക് നമ്മളെ പണിയിലേക്ക് കിടക്കാം. ഇപ്പം വീണേനെ. ഓക്കെ, ഇതും കൂടി ഉള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ല. ചൊവ്വൻ്റെ ആവശ്യം വീഴും. സ്പീഡ് ലോ ആയതുകൊണ്ടാ. നമ്മൾ വീട് എന്തായാലും അടുത്ത എപ്പിസോഡിൽ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിതാ നമ്മുടെ ചങ്കിൻ്റെ കൂടെ തന്നെ ഔട്ട്രോ പറയുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. ഓക്കെ, ടാറ്റ ബൈ ബൈ. ഇതാ ഓനും പോക്കാം.